വിശ്വാസം പതറിടുമ്പോൾ ആശ്വാസം പകർന്നിടുന്ന യേശുവിനെ വിളിച്ചിടുന്നീ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കഴിഞ്ഞ ശുശ്രൂഷയിൽ നാം നിത്യരക്ഷയുടെ വിവിധ വഴികളെക്കുറിച്ച് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കി. തുടർന്ന് നമ്മെ രക്ഷിക്കാൻ കഴിവില്ലാത്ത പല കാര്യങ്ങളും ലോകത്തിലുണ്ട് എന്നതിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. 1 സാമുവേൽ 12 അധ്യായം 20-21 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സാമുവേൽ ജനത്തോട് പറഞ്ഞു, കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുവിൻ. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്. അവ വ്യർത്ഥമാണ്. നമുക്കൊന്ന് ഈ സാമുവേൽ പ്രവാചകൻ്റെ ഈ വചനത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. സാമുവേൽ പ്രവാചകൻ ജനത്തോട് പറയുകയാണ്, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറരുതെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 8:12 പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഇത് പ്രവാചകനിലൂടെ ദൈവം മനുഷ്യമക്കൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുതെന്ന്. പിന്മാറിയാൽ നമ്മൾ ഈ കേട്ടതുപോലുള്ളതായ പ്രകാശത്തിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകില്ല. എന്താണ്? ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ, യേശുവിനെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന്. അവനെന്തുണ്ടാവും? ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. നിത്യജീവൻ്റെ പ്രകാശം അവനുണ്ടാവും. പിന്നെ പറയുവാണ്, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുവിൻ. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്. അവ വ്യർത്ഥമാണ്. കർത്താവിനെ സേവിക്കുവാൻ എന്ന് പറയുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുക എന്ന് പറയുമ്പോൾ, ജോഷുവയുടെ പുസ്തകം 24 അധ്യായം 14-15 ഇങ്ങനെ പറയുന്നത്, കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ കർത്താവിനെ സേവിക്കുകയും ചെയ്യും. ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവിൻ. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുകയും. തുടർന്ന് ജോഷുവ പറയുവാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. നമുക്കതുപോലെ പറയാൻ സാധിക്കുക. ജോഷുവ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളിൽ പലരും നദിക്കക്കരെയുള്ള ദേവന്മാരെയും അമോര്യരുടെ ദേവന്മാരെയൊക്കെ സേവിക്കാൻ പോകുന്നവരാണ്. പക്ഷേ ജോഷുവ അവരോട് അസന്ദിഗ്ധമായി പറയുക, യാതൊരു തർക്കവും കൂടാതെ പറയുവാണ്. ഒരാളും തിരുവാക്കി എതിർവാ പറയാൻ പറ്റാത്ത വിധത്തിൽ മുറിച്ച് പറയുവാണ്. എന്തെന്നാണ്? ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാത്രമേ സേവിക്കുകയുള്ളൂ. നമുക്കങ്ങനെ പറയാനുള്ള ചങ്കുറപ്പുണ്ടോ? ജോഷുവ പറഞ്ഞതുപോലെ. കാരണം വേറൊന്നുമല്ല, നമ്മളിൽ പലരും പലതിനെയും സേവിക്കുന്നവരുണ്ട്. അത് ലഭിച്ചില്ല എങ്കിൽ നമ്മളെന്ത് ചെയ്യും? വേറെ വഴി അന്വേഷിച്ചു പോകും. എങ്ങനെ ആ കാര്യം കാണാൻ സാധിക്കുമെന്ന് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് കാത്തു നിൽക്കുകയാണ് ആര്? തടസ്സത്തിൻ്റെ അരുവിയും ഭിന്നതയുടെ അരുവിയും നമ്മൾ ഇങ്ങനെയുള്ളൊരു മനോഭാവത്തിലായിത്തീരാനും ഇങ്ങനെയുള്ള സംസാരങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് കേൾക്കാനും വേണ്ടി അവൻ കാത്തു നിൽക്കും. അവൻ്റെ ആൾക്കാരെ പറഞ്ഞു വിടും, ദേ നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ കാര്യം കിട്ടണമല്ലോ, ഞാനെന്താണെന്ന് വെച്ചാൽ ഒരുക്കി തരാം, എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതി, 10 പൈസ ചിലവില്ലാണ്ട് ഞാൻ ഈ കാര്യം സാധിച്ചതാണ്. ഇത് കേട്ടപാട് കേൾക്കാത്തപാട് പോവുക. കാരണം നമ്മുടെ ആവശ്യം അത്തരത്തിലുള്ളതാണ്. ആവശ്യം അത്തരത്തിലുള്ളതായതുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ പിന്നാലെ പോകും. ഈയാമ്പാറ്റ വിളക്കത്ത് പറന്ന് എന്ന് വീഴുന്ന അവസ്ഥയായിരിക്കും.
വിളക്ക് കാണുമ്പോൾ ഈയാമ്പാറ്റയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അവന് തിന്നാനുള്ള എന്തോ വിഭവസമൃദ്ധമായ പദാർത്ഥമാണെന്ന് ഓർത്ത് അവൻ ഓടിച്ചെല്ലും അതിൻ്റെ അടുത്ത് വിട്ടു. ചെന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ്റെ ചിറക് വിളക്കത്ത് കത്തി അവൻ താഴ്ത്തി വീഴും. അവൻ്റെ കൈയും കാലുമൊക്കെ കരിച്ചു പോകും. അതോടെ അവൻ്റെ പ്രാണനും പോകും. ഇത് തന്നെയാണ് മക്കളെ നമുക്കും സംഭവിക്കാനുള്ളത്. നമ്മുടെ ദൈവം ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടതെല്ലാം അവിടെ നിന്ന് തക്ക സമയത്ത് നമുക്ക് തരും. പത്രോസിയുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു തക്ക സമയം വെച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ തക്ക സമയം വയ്ക്കുന്നത്? എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തക്ക സമയം വെച്ചിരിക്കുന്നത്. ദൈവം ഒരാളെയും വേദനിപ്പിച്ചിട്ട് ഒരാളെ നന്നാക്കില്ല. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. ദൈവം സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും ദൈവമാണ് നമ്മുടെ ദൈവം. ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുന്നത് ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ദൈവം. ഒരാൾക്കും ഒരു മുറിവോ ഒരു വേദനയോ ഉണ്ടാക്കാത്ത വിധത്തിലായിരിക്കും നമുക്ക് ദൈവം കാര്യം നേടിത്തരുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതും ഒരാളും ഈ ലോകത്തിൽ അറിയാത്ത വിധത്തിൽ ദൈവം സാധിച്ചു തരുകയും ചെയ്യും. പക്ഷേ മറ്റുള്ളതെല്ലാം ദൈവം ക്രമപ്പെടുത്തി വയ്ക്കും, നമുക്ക് ദോഷമല്ലാത്ത രീതിയിൽ, മറ്റുള്ളവർക്കും ദോഷമല്ലാത്ത രീതിയിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കണം തക്ക സമയത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞതുപോലെ ഈയാമ്പാറ്റ വിളക്കത്ത് പോയി വീഴുന്നതുപോലെ സാത്താൻ്റെ പിടിയിൽപ്പെട്ട് എന്നേക്കുമായി നിത്യരക്ഷയ്ക്ക് പകരം നിത്യശിക്ഷയിൽ പോയി നമ്മൾ വീഴും, നിത്യ നരകാഗ്നിയിലായിത്തീരും. എൻ്റെ മക്കളെ സൂക്ഷിക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് സാമുവേൽ പ്രവാചകൻ പറയുവാണ്, നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്, അവ വ്യർത്ഥമാണ്. എന്താണ് വ്യർത്ഥമായ കാര്യം? ജെറമ്യ പ്രവചനം 2:13 നമുക്ക് ശ്രദ്ധിച്ച് വായിക്കാം. എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇതാണ് വ്യർത്ഥത, രക്ഷിക്കാൻ കഴിവില്ലാത്ത വ്യർത്ഥതകൾ. ഒന്നെന്താണ്? ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജീവജലം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ഉറവയായ ദൈവമായ കർത്താവായ യേശുവിനെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു. ഈ ലോകത്തിൻ്റെ അധികാരിയുടെ പിന്നാലെ പോവുകയാണ്, ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ട്. തുടർന്ന് പറയുന്നത് എന്താണ്? ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ. നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പൊട്ടിപ്പൊളിഞ്ഞ ഹൃദയം, പൊട്ടക്കിണർ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പൊട്ടിപ്പൊളിഞ്ഞ ഹൃദയമല്ലേ സഹോദരങ്ങളെ? എന്തെല്ലാം ഇടിമേടുകളാണ് ഈ ലോകത്തിൻ്റെതായ അരൂപിയുടെ പിന്നാലെ പോയിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ളത്. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവാകുന്ന ജലത്തെ, ജീവജലത്തെ സൂക്ഷിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വിലപിച്ചുകൊണ്ട് പറയും, എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ, ദൈവത്തെ അവർ ഉപേക്ഷിച്ച്, കൂടാതെ പൊട്ടക്കിണറുകൾ, ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ. പൊട്ടക്കിണറ്റിൽ എന്താ ഉള്ളത്? ആ വെള്ളം ഉപയോഗിക്കാൻ കൊള്ളുക? ദുഷിച്ച ജലമായിരിക്കും. നമ്മുടെ ഹൃദയം മുഴുവൻ എന്താ? ദുഷിച്ച ഹൃദയമാണ്. ദുർനിമിത്തങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്, ദുഷിപ്പാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കർത്താവ് പറഞ്ഞത്, വിലപിക്കുന്നത്. ജലം സൂക്ഷിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് അതിലേക്ക് വരുക. ഹൃദയം ദുഷിച്ചാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാവുക. അതാണ് പറഞ്ഞത്, വ്യർത്ഥമായ കാര്യങ്ങൾ, നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത വ്യർത്ഥമായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. പൊട്ടവെള്ളം, ആർക്കും ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ദുഷിച്ച ജലം സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അസൂയ, വഞ്ചന, കലഹം, വിപ്ലവം, ഇതേപോലുള്ള എല്ലാം, ആഭിചാരം, വ്യഭിചാരം,
തിന്മ പ്രവൃത്തികൾ, ഇതെല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുക നമ്മുടെ ഹൃദയം. ദുഷിച്ച ജലമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. സങ്കീർത്തനം 119:37 പറയുന്നത്, വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. വ്യർത്ഥതകൾക്ക് വേറൊരു അർത്ഥവും കൂടിയുണ്ട് ഈ പറഞ്ഞത് കൂടാതെ. ഈ ലോകത്തിലുള്ള മായാവിലാസങ്ങളുള്ളതായ എന്തെല്ലാം കാര്യങ്ങളുള്ളത്, എന്തെല്ലാം ലോകങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. വ്യർത്ഥതകൾ നിറഞ്ഞ വ്യർത്ഥ കഥകൾ, കെട്ടുകഥകൾ, മനുഷ്യന് കേൾക്കാൻ കൊള്ളാത്ത സംഭവങ്ങൾ, എന്തെല്ലാം കഥകളാണ് ഇവിടെ രചിച്ചു വരുന്നത്. അതെല്ലാം വ്യർത്ഥതകളാണ്. അതാണ് പറയുന്നത്, വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ ദൈവമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സങ്കീർത്തകൻ. പിന്നെ പറയുന്നത്, അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അപ്പോൾ കർത്താവിൻ്റെ മാർഗമാകുന്ന വചനത്തിലൂടെ ചരിക്കാനായിട്ട് നമ്മൾക്ക് ഉജ്ജീവനം കിട്ടണില്ല. വ്യർത്ഥതകളുടെ പിന്നാലെ നമ്മൾ പോവുകയാണ്. ഈ ലോകത്തിൻ്റെ മായാമോഹത്തിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണ്. സിനിമയുടെ പിന്നാലെ, നാടകത്തിൻ്റെ പിന്നാലെ, ഡാൻസിൻ്റെ പിന്നാലെ, പാട്ടിൻ്റെ പിന്നാലെ ഒക്കെ നമ്മൾ ഓടുകയാണ്. ഇതൊന്നും നമ്മളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതാണ്. ഇതിൻ്റെ പിന്നാലെ പോകണമെന്ന് ഞാൻ പറയാനല്ല. പക്ഷേ ഇതെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥമുള്ളത്, വ്യർത്ഥത അല്ലാതെ അർത്ഥമുള്ള സംഭവങ്ങളുണ്ടോ ഇതിൽ, എങ്കിലും അതിന് പോയിക്കും. അർത്ഥമുള്ള കാര്യങ്ങൾക്ക് പോകാം, പക്ഷേ വ്യർത്ഥമായ കാര്യങ്ങളിലേക്ക് പോകരുത്. പോയാൽ നമ്മുടെ ആത്മാവ് നശിക്കും, നമ്മുടെ ഹൃദയം പൊട്ടക്കിണറായിട്ട് മാറും, ദൈവത്തെ നമ്മൾ ഉപേക്ഷിച്ചായിട്ടും വരും. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. സുഭാഷിതം 29:1 വചനം നമുക്ക് വായിക്കാം. കൂടെ കൂടെ ഗുണദോഷിച്ചിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. ശ്രദ്ധിച്ച് വായിക്കാം നമുക്ക്. കൂടെ കൂടെ ഗുണദോഷിച്ചിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ. എന്താണ് ഈ മർക്കടമുഷ്ടി? 1 സാമുവേൽ 15:23 പറയുന്നുണ്ട്. 1 സാമുവേൽ പോയതിൻ്റെ 1-ാം പുസ്തകം 15:23 വചനം. മാത്സര്യം മന്ത്രവാദം പോലെ പാപവും മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും പാപമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ മർക്കടമുഷ്ടി പിടിക്കുന്നവർ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പോയി പെട്ടുപോകുന്നു. അപ്പോൾ മർക്കടമുഷ്ടി എന്താണെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 3:26 പറയുന്നുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും. നിർബന്ധ ബുദ്ധിയെ ഉദ്ദേശിച്ചാണ് മർക്കടമുഷ്ടി എന്നിവിടെ സുഭാഷിതങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പോയി പെടും. അടുത്തത് നമുക്ക് ജോബിൻ്റെ പുസ്തകം 11:20 വായിക്കാം. ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകും, രക്ഷാമാർഗങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല, മരണം മാത്രമാണ് അവർക്ക് പ്രത്യാശിക്കാനുള്ളത്. ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകുമെന്ന് പറയുന്നത് സങ്കീർത്തനം 119 155 നമുക്കൊന്ന് വായിക്കാം. രക്ഷ ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു, എന്തെന്നാൽ അവർ കർത്താവിൻ്റെ ചട്ടങ്ങൾ അന്വേഷിക്കുന്നില്ല. അവരുടെ കണ്ണുകൊണ്ട് കർത്താവിൻ്റെ ചട്ടങ്ങളൊന്നും അവർ അന്വേഷിക്കില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് രക്ഷ അകന്നിരിക്കുകയാണ്, ദുഷ്ടന്മാരിൽ നിന്ന്. ദുഷ്ടരാകുന്നത് എങ്ങനെയാണ്? മുൻ പറഞ്ഞതുപോലെയുള്ള പൊട്ടക്കിണറുകൾ കുഴിച്ചും ദൈവത്തെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തിയും കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ദുഷ്ടതയിലേക്ക് വഴുതി 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 വീഴും. അങ്ങനെ നമ്മൾ ദുഷ്ടന്മാരായിട്ട് മാറും. മരണം മാത്രമാണ് അവർക്ക് പ്രത്യാശിക്കാനുള്ളത്. സങ്കീർത്തനം 68:20 പറയുന്നു, നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. അപ്പോൾ ദുഷ്ടരായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിലും മരണം മാത്രമായിരിക്കും അവർക്ക് പ്രത്യാശിക്കാനുള്ളത്. പക്ഷേ നമ്മുടെ രക്ഷകനായ കർത്താവോട് നമ്മൾ ഐക്യപ്പെട്ട് അവൻ വഴിയായി നമ്മളുടെ പാപത്തിൽ നമ്മൾ മോചനം പ്രാപിച്ചു കഴിഞ്ഞാൽ മരണത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുക വഴി നിത്യമരണത്തിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കും. അത് കർത്താവായ ദൈവമാണ് നമുക്കത് നൽകുന്നത്. സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് നമുക്ക് സുഭാഷിതം 11:31 വായിച്ച് പ്രാർത്ഥിക്കാം. നീതിമാൻ കഷ്ടിച്ച് മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? മുൻ പറഞ്ഞ് കേട്ടതനുസരിച്ച് ഈ ലോകത്തിൽ നീതിമാന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. നീതിമാന്മാരായിട്ട് ഒരുവൻ പോലും ഇല്ല.
എന്നാണ് പൗലോസ്ലീഹ പറയുന്നതും സങ്കീർത്തകൻ പറയുന്നതും. സങ്കീർത്തനം 14 പറയുന്നുണ്ട്, സങ്കീർത്തനം 53 പറയുന്നുണ്ട്. നീതിമാന്മാരായിട്ട് ഒരുവൻ പോലും ഇല്ലെന്ന് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലും പറയുന്നുണ്ട്, റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നീതിമാൻ കഷ്ടിച്ച് രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നീതിമാന്മാരായിട്ട് ഒരാൾ പോലും ഇല്ല. നീതിമാനായിട്ട് 1-2 പേരെ കർത്താവ് എടുത്തെടുത്ത് പറയുന്നുണ്ട് സുവിശേഷത്തിൽ, പഴയ നിയമത്തിൽ. നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്, ജോബിനെക്കുറിച്ച് പറയുന്നുണ്ട്, നീതിമാന്മാരായിരുന്നു. അപ്പോൾ അവർ പോലും കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നതെന്നാണ് വചനം പഠിപ്പിക്കുന്നത്, സുഭാഷിത പുസ്തകം പറയുന്നത്. അപ്പോൾ ദുഷ്ടൻ്റെയും പാപിയുടെയും കാര്യമോ പറയാനില്ല, എന്തായിരിക്കും. യേശയ്യാപ്രവചനം 30-15 ഇങ്ങനെ പറയുന്നു: ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. അപ്പോൾ ഈ സ്വസ്ഥതയ്ക്കുള്ള പ്രത്യേകത എന്താ? തിരിച്ചു വന്ന് സ്വസ്ഥമായിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചു വരവ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. പാപത്തിൽ നിന്ന് തിരിച്ചു വരാനാണ് പറഞ്ഞത്. പശ്ചാത്താപത്തോടുകൂടി തിരിച്ചു വരണം നമ്മൾ. പാപത്തിൽ നിന്ന് പശ്ചാത്താപം ഉണ്ടായി അനുതപിച്ച് അതിൽ നിന്ന് തിരിച്ചു വന്നാൽ സ്വസ്ഥമായി ദൈവത്തിന് മുമ്പിൽ ഇരിക്കണം നമ്മൾ. അപ്പോഴാണ് ദൈവത്തോടൊരു ആശ്രയബോധം നമുക്കുണ്ടാവുള്ളൂ. അത് ദൈവം ഉണ്ടാക്കി തരുന്നതാണ്, സ്വസ്ഥതയിലൂടെ നമുക്കുണ്ടാക്കി തരുന്നതാണ്. നമ്മൾ അസ്വസ്ഥരാണെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു യോഹന്നാൻ വിശേഷം 14:1 പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അതായത് കർത്താവായ യേശുവിലും വിശ്വസിക്കാം. അപ്പോൾ നമ്മൾ അസ്വസ്ഥനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, യേശു ക്രിസ്തുവിലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അതിനർത്ഥമുണ്ട്. അപ്പോൾ ഈ അസ്വസ്ഥതയെല്ലാം മാറ്റി സ്വസ്ഥമായിട്ട് വന്ന് ദൈവത്തിന് മുമ്പായി ഇരുന്നാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? ബലം ഉണ്ടാവും. ബലം എവിടെയാണ്? ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3:19 പറയുന്നത്, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. അപ്പോൾ ഈ സ്വസ്ഥതയിലൂടെ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാൻ തയ്യാറായാൽ കർത്താവായ ദൈവം എൻ്റെ ബലമായി മാറും. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു ബലവുമില്ല. സ്വന്തമായി ഒരു ബലമില്ലാത്തവനാണ് മനുഷ്യൻ. സ്വന്തമായിട്ടൊന്നുമില്ല അവന്. അവൻ്റെ ആത്മാവും സ്വന്തമല്ല, ശരീരവും സ്വന്തമല്ല, മനസ്സും സ്വന്തമല്ല, ഒന്നും അവൻ്റെതല്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ മനുഷ്യ നീ എന്തിന് അഹങ്കരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്. എല്ലാം നമുക്ക് ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഇതെല്ലാം ദാനമായിട്ടിരിക്കുക, നമുക്ക് എന്താ അഹങ്കാരിക്കാനാണ്? നമുക്കുള്ളതെന്താണ്? അഹങ്കാരം. നമുക്കില്ലാത്തതെന്താണ്? എളിമ. നമുക്ക് പിന്നെ ആരാണുള്ളത്? ദൈവം. ടോൾസ്റ്റോയുടെ ഒരു നോവലുണ്ട്, അതിൻ്റെ പേര് തന്നെ ഈ പറഞ്ഞതാണ്. മനുഷ്യന് ആരാണുള്ളത്, മനുഷ്യൻ എന്താണുള്ളത്, മനുഷ്യൻ എന്താണ് ഇല്ലാത്തതും. മനുഷ്യൻ ആരാണുള്ളത്? ദൈവമേ ഉള്ളത്. മനുഷ്യൻ എന്താണുള്ളത്? അഹങ്കാരമുള്ളത്. മനുഷ്യൻ എന്താണുള്ളത്? അഹങ്കാരം. ഇല്ലാത്തതെന്താണ്? എളിമ. ഇത് മൂന്നും മനുഷ്യൻ മനസ്സിലാക്കാൻ തയ്യാറെടുത്താൽ കർത്താവ് നമ്മുടെ ബലമായിട്ട് തീരും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 10:4 പറയുന്നു, കായേൻ മൂലം ഭൂമി പ്രളയത്തിലാണ്ടപ്പോൾ വെറും തടിക്കഷ്ണത്താൽ നീതിമാനെ നയിച്ച് ജ്ഞാനം അതിനെ വീണ്ടും രക്ഷിച്ചു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 6-ാം മുതൽ വായിക്കുമ്പോൾ ഭൂമിയെ നശിപ്പിക്കാനുണ്ടായ കാരണം കായേൻ്റെ സന്തതി പരമ്പരയുടെ തിന്മ വർദ്ധിച്ചപ്പോഴാണ്. പ്രളയം മൂലം ദൈവം ലോകത്തെ നശിപ്പിച്ചു. ഒരു തടിക്കഷ്ണത്താൽ എന്ത് ചെയ്ത്? നീതിമാനായ നോഹയെയും കുടുംബത്തെയും ജ്ഞാനത്താൽ ദൈവത്തിൻ്റെ വചനം അവനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവനെന്ത് ചെയ്ത്? രക്ഷപ്പെട്ടു. അതാണ് പറഞ്ഞു, ജ്ഞാനം അവനെ വീണ്ടും രക്ഷിച്ചെന്ന്. ദൈവം പറഞ്ഞ വചനം അവൻ അനുസരിച്ച്, അതുകൊണ്ട് നോഹ രക്ഷപ്പെട്ടു. നമ്മൾ ദൈവം പറഞ്ഞ വചനം അനുസരിക്കുന്നുണ്ടോ? അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല മക്കളെ, നിത്യരക്ഷയില്ല മക്കളെ. അക്കാലങ്ങളിൽ നോഹയുടെ കാലം പോലെ ആയിരിക്കുന്ന കർത്താവായ യേശു പറയുന്നത്. ഏത് കാലങ്ങളിൽ? ഈ അവസാന കാലങ്ങളിൽ. ഇത് അവസാന കാലഘട്ടമാണ്. അതിൻ്റെ എല്ലാ അടയാളങ്ങളും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോഹയുടെ ദൈവം കൽപ്പിച്ച വചനങ്ങൾ അനുസരിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അതനുസരിക്കാൻ തയ്യാറായാൽ നിത്യരക്ഷ നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. യേശയ പ്രവചനം 51-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ.
ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ ഞാൻ നൽകുന്ന, അതായത് യഹോവ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവുമാണ്. ന്യായം അറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. വസ്ത്രം പോലെ ഇരട്ടവാലിനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നെടുക്കും. എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, രക്ഷ തലമുറകളോളം നിലനിൽക്കും. തുടർന്ന് കർത്താവ് പറയുവാണ്, യേശയ്യാപ്രവചനത്തിൽ 45 അധ്യായം 21, 22 വചനത്തിൽ പറയുവാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ദൈവവുമില്ല, രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ദൈവം നമ്മളോട് പറയുവാണ്, ദൈവമായ യഹോവയായ കർത്താവായ യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല. നമുക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവം നൽകിയ മധ്യസ്ഥനും ദൈവവും രക്ഷകനും നാഥനും രാജാവും എല്ലാം കർത്താവായ യേശു തന്നെയാണ്. അവനെ കൂടാതെ മറ്റൊരു രക്ഷകനും നാഥനും ദൈവവും പ്രപഞ്ചത്തിലില്ല മക്കളെ. കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. യെരമ്യാ 33:3, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നമ്മൾ വിളിച്ചപേക്ഷിക്കാറുണ്ടോ? അതുകൊണ്ട് കർത്താവ് നമ്മളോട് ഉത്തരം പറയുന്നില്ല. വിളിച്ചപേക്ഷിക്കുന്നവർ തീർച്ചയായും വചനത്തിലൂടെ ഉത്തരം തരും മക്കളെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തലർ പ്രവർത്തനം 4:12 നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. എന്നെ കൂടാതെ മറ്റൊരു രക്ഷകരില്ലെന്ന് അന്ന് കർത്താവ് തന്നെ യേശയ്യാപ്രവചനത്തിലൂടെ പറയുന്നുണ്ട്. ആ രക്ഷകനെക്കുറിച്ച് അപ്പോസ്തലർ പ്രവർത്തനം 4:12 പറയുന്നുണ്ട്. ലൂക്കാസ് വിശേഷം 2:11 പറയുന്നുണ്ട്. ലൂക്കാസ് വിശേഷം 2:30 പറയുന്നുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോസ്തലർ പ്രവർത്തനം 4:12, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനം പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനമാണത്. മറ്റാരിലും രക്ഷയില്ലെന്ന്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ ദൈവമായ കർത്താവായ യേശു അല്ലാതെ മറ്റൊരു രക്ഷയുമില്ല, മധ്യസ്ഥനുമില്ലെന്ന്. നമ്മളെന്നിട്ട് മറ്റുള്ള മധ്യസ്ഥന്മാരുടെ പിന്നാലെ ഓടുകയാണ്. അടുത്തത് ദൈവദൂതന്മാരെ യേശു ജനിച്ചപ്പോൾ ആട്ടിടയന്മാരോട് പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കാസ് വിശേഷം 2:11, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. തുടർന്ന് ദേവാലയത്തിൽ യേശുവിനെ സമർപ്പിക്കാനായിട്ട്, ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുചെന്നപ്പോൾ ശിമയോൻ ദീർഘദർശി പറഞ്ഞതുകൂടി നമുക്ക് കേൾക്കാം. ലൂക്ക 2:31, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. 3-4 വിശുദ്ധന്മാരുടെ സാക്ഷ്യമാണ് രക്ഷകനായ യേശുവിനെ കുറിച്ച് നമ്മൾ കേട്ടത്. നമ്മൾ ഇത്രയെല്ലാം കേട്ടിട്ടും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ നിത്യരക്ഷ പ്രാപിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി. ഒരിക്കലും അങ്ങനെയുള്ള ഒരു തെറ്റായ ചിന്തയും കൊണ്ട് നമ്മൾ നടക്കരുത്. യേശയ്യാ പ്രവാചകനിലൂടെ രക്ഷകനായ യേശുവിനെക്കുറിച്ച് ദൈവം മുൻപേ പറഞ്ഞു വെച്ചിരുന്ന വചനം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. യേശയ്യാ പ്രവചനം 53:5, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുവിലൂടെ ദൈവം നമുക്ക് രക്ഷ പ്രദാനം ചെയ്ത വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. അതിനെ തുടർന്നുള്ള വചനങ്ങളതാണ്. ആ ഭാഗങ്ങളൊന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിത്യരക്ഷയിലേക്കുള്ള കൂടുതൽ തീക്ഷ്ണമായ കാര്യങ്ങളെക്കുറിച്ച് അത് നമ്മളെ പഠിപ്പിക്കും. കൂടാതെ നീതിമാന്മാരോടും ദുഷ്ടരോടും ദൈവം പറയുന്നത് കേൾക്കാം നമുക്ക്. എസെക്കിയേൽ പ്രവചനം 33:12, നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല, ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല, നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. അപ്പോൾ നീതിമാന്മാരായിട്ട് ജീവിക്കുന്നവരോടൊക്കെ ഒരു താക്കീത് ദൈവം തന്നേക്കണം. നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവൻ രക്ഷിക്കുകയില്ലെന്ന്. മത്തായി സുവിശേഷം 27 അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനത്തിൽ നമുക്ക് വായിച്ചാൽ അറിയാൻ പറ്റും. കർത്താവിൻ്റെ കൂടെ നീതിമാനായിട്ട് നടന്ന 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു യൂദാസ്. അവൻ കർത്താവായ യേശുവിനെ പണത്തിന് വേണ്ടി ഒറ്റിക്കൊടുത്തു. അവൻ എന്ത് സംഭവിച്ച്? അവൻ കെട്ടി ഞാന്ന് ചത്ത്.
അവൻ്റെ നീതിയൊന്നും പരിഗണിച്ചില്ല ദൈവം. അവൻ അതോടുകൂടി നാശമടഞ്ഞു. തുടർന്ന് ഒരു യാതൊരുവിധ ഇതില്ലാതെ ചുങ്കക്കാരനായിട്ട് ജീവിച്ചിരുന്ന സക്കേവൂസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലൂക്കാവിശേഷം 19:8-9 വചനങ്ങൾ. സക്കേവൂസ് എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുത്തേക്കാം. അപ്പോൾ കർത്താവ് പറയുവാണ്, ഇന്ന് നിൻ്റെ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അവൻ്റെ പാപമൊന്നും കർത്താവ് പരിഗണിച്ചില്ല. അവന് കർത്താവ് രക്ഷ കൊടുത്തു. അവൻ മാനസാന്തരപ്പെട്ട് അവൻ്റെ പാപപരിഹാരത്തിന് അവൻ ഫൈനടിക്കുക, പിഴ ചെയ്യുക എന്ന് കർത്താവിൻ്റെ ഏറ്റു പറഞ്ഞപ്പോൾ തന്നെ അവന് രക്ഷ കൈവന്നു. ഇതേപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴകളും അറിവില്ലായ്മയും കഴിവില്ലായ്മയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഏറ്റു പറഞ്ഞ് നിത്യരക്ഷ പ്രാപിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിന് നിത്യരക്ഷയ്ക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളും സംഭവങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കാൻ തിരുമനസ്സാകണമേ. ജെറമ്യാ 17:14 അടിയൻ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അങ്ങ് തന്ന വചനത്തിലൂടെ അവിടെ നിന്നാണ് എനിക്ക് നിത്യരക്ഷ നൽകുന്നതെന്ന് അടിയങ്ങൾക്ക് ബോധ്യം വന്ന് കർത്താവേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ ബലഹീനതകളും അറിവില്ലായ്മയും കടങ്ങളും പാപങ്ങളും അങ്ങേക്കറിയാമല്ലോ. ഇതിൽ നിന്നെല്ലാം ഞങ്ങൾ പിന്തിരിഞ്ഞ് അങ്ങയെ തേടുന്നവരാകാനും നിത്യരക്ഷയ്ക്ക് തടസ്സമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾ മോചിതരാകാനും അവിടുന്ന് ഞങ്ങളെ ദയയോടെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന സർവശക്തനും അനന്തകരണായ കർത്താവായ യേശുവെ ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ നന്ദി, യേശുവെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്.